ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു എൻഗേജ്മെൻറ്റ് പരിപാടിക്ക് പോകുന്നത്. എൻഗേജ്മെൻറ്റ് പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് ഇത് പരിപാടി. അപ്പോൾ ചെക്കൻ്റെ പെരക്കാരെല്ലാവരും കുടുംബക്കാരും പെരക്കാരും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകല്, പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പൊതുവെ ഈ നാട്ടിലെല്ലാം എൻഗേജ്മെൻറ്റ് ചിലയിടത്തെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്ക് പെണ്ണിന് വേണ്ട ഡ്രസ്സ്, ചെരുപ്പ്, ഫാൻസി, പിന്നെ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഗോൾഡ്, പിന്നെ ഫോണ്, അങ്ങനെ ചില ആൾക്കാർ ചോക്ലേറ്റ്സ്, അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ കുറച്ച് ഗിഫ്റ്റെല്ലാം കൊടുക്കും പെണ്ണിന്. അങ്ങനെ നമ്മൾ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് ഈ സാധനമെല്ലാം കൊണ്ടുപോയത്. ഇത്ര സാധനം ഉണ്ടായിന്, പിന്നെ ഗോൾഡ് കൊണ്ടുപോയിട്ടുണ്ടായിന്, അങ്ങനെയെല്ലാം കൊടുക്കും. പിന്നെ എല്ലാവരും കൂടിയിട്ട് ബസ്സിൽ പോയത്. അങ്ങനെ ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിന്. ഏകദേശം ഒരു വലിയ ബസ്സാണ്. ഒരു 40-50 50 അതിനേക്കാൾ ഏറെ ആൾക്കാർക്ക് ഇരിക്കുക, അത്ര വലിയ ബസ്സാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ബസ്സിൽ കയറി. പിന്നെ പുതിയാപ്പിളയും പിന്നെ ഉമ്മ, പുതിയാപ്പിളിൻ്റെ ഉപ്പ, പിന്നെ അനിയന്മാർ, പിന്നെ സിസ്റ്റർ, പിന്നെ പുതിയാപ്പിളിൻ്റെ ഉമ്മാൻ്റെ ഫാമിലി, പുതിയാപ്പിളിൻ്റെ ഉപ്പാൻ്റെ ഫാമിലി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിന് ബസ്സിൽ. നല്ല അടിപൊളി ഒരു ട്രിപ്പാണ് നമുക്ക് തോന്നിയത്. അത്ര ലോങ്ങാണ് ഇവിടുന്ന് പോകാനായിട്ട്. അതുകൊണ്ട് നല്ല അടിപൊളി ട്രിപ്പായിട്ടുണ്ടായിന്. അതിൻ്റെ ഇടന്ന് പിന്നെ ബസ്സിൽ എല്ലാവരും ഇങ്ങനെ തിന്നാനായിട്ട് എന്തെല്ലാം സാധനമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിനവ, അതെല്ലാം തിന്നുന്നുണ്ടായിന്. അങ്ങനെ നമ്മളെ പുതിയാപ്പിളയും പിന്നെ പുതിയാപ്പിളിൻ്റെ കുടുംബവും എല്ലാവരും പെണ്ണിൻ്റെ നാട്ടിലേക്ക് എത്തി. പെണ്ണിൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്ന്. നമ്മൾ കുറച്ച് ലോങ്ങായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായി. അങ്ങനെ പെണ്ണിനെല്ലാം അണിച്ചൊരുക്കി നിർത്തിന് സ്റ്റേജിൽ. അങ്ങനെ എല്ലാവരും പെണ്ണിനെല്ലാം കണ്ട്, എന്നിട്ട് പെണ്ണിനെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് മെനു കുറേ ഉണ്ടായിന്. പിന്നെ നെയ്പ്പത്തൽ, പിന്നെ നൂഡിൽസ്, ബിരിയാണി, പിന്നെ അങ്ങനെ മട്ടൺ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി, പിന്നെ കടലക്കറി, അങ്ങനെ കുറച്ച് സാധനമെല്ലാം ഉണ്ടായിന്. പിന്നെ ഇടിയപ്പം. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് പുതിനാട്ട് പെണ്ണിനെ ഒരുക്കി ഡ്രസ്സെല്ലാം കൊണ്ടുപോയതെല്ലാം ഉണ്ടായിട്ടില്ല, അതെല്ലാം ഡ്രസ്സെല്ലാം ഇടിച്ച് ഇങ്ങനെ പിന്നെ റെഡിയാക്കി പൂവെല്ലാം വെച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് വന്നു ഗൈസ്. അത്രയേ ഉള്ളൂ. ഗോൾഡെല്ലാം പെണ്ണിന് കൊടുത്തിട്ട് നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ട് ഇനി നമുക്ക് വന്ന വഴിയിൽ തന്നെ നേരെ നാട്ടിലേക്ക് പോകലാണ് പരിപാടി. അങ്ങനെ ബസ്സിൽ നല്ല അടിപൊളി പാട്ടെല്ലാം വെച്ചിട്ട് ഡാൻസെല്ലാം കളിച്ച് പാട്ടെല്ലാം പാടിയിട്ട് നമ്മളെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിൽ നാട്ടിലേക്ക് വരുമ്പോഴേക്ക് പിന്നെ ചില ആൾക്കാർ പകുതി നിന്നെല്ലാം കയറിയത്. അപ്പോൾ പകുതി നിന്ന് കയറിയ ആൾക്കാരെല്ലാം അവിടെ ഇറങ്ങി. പിന്നെ കയറിയിടത്ത് തന്നെ എല്ലാവരും അവരവരെ സ്ഥലം എത്തുമ്പോഴേക്ക് കുറച്ച് ആൾക്കാരെല്ലാം ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് കാസർഗോഡ് എത്തുമ്പോഴേക്ക് കുറച്ച് ആൾ തന്നെ ഉണ്ടായത് ബസ്സിൽ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളും ഇറങ്ങി. നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോയത് എൻ്റെ അമ്മായിൻ്റെ വീട് അടുത്ത് തന്നെ ഉണ്ടായിന്. അവിടെ പോയത്. ആടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിന്. ആ പൂച്ചക്കുഞ്ഞിനെ എല്ലാവരും കൂടി താഴെയും മീത്തയും വെക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നുസവും റാസ്മിലും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് ഈ ബസ്സിൽ പോയ കഥ എഴുതുന്നുണ്ട്. അങ്ങനെ പൂച്ചക്കുഞ്ഞ് രാത്രി നമ്മളെ ഇടയിൽ വന്നിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായി. അങ്ങനത്തെ ഒരു പൂച്ചക്കുഞ്ഞ്. അങ്ങനെ രാവിലെ നമ്മൾ അവിടുന്ന് ചായ എല്ലാം കുടിച്ച്, ചായക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അമ്മായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് നേരെ നമ്മൾ
പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിലൊരു പരിപാടി ഉണ്ടായി. ആ പരിപാടിക്ക് പോകാനുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ പിള്ളേരെ കൂട്ടിയിട്ട് ഞാൻ അവിടുന്ന് വന്നു. വരുമ്പോഴേക്ക് പിള്ളേർ നടക്കാൻ വേണ്ടിയിട്ട് ഒരു നൈസെല്ലാം വാങ്ങിയിട്ട് വന്നു. അങ്ങനെ അവിടെ പരിപാടിൻ്റെ പെരക്കെത്തി. അവിടുന്ന് നമുക്ക് പായസമാണ് ആദ്യം കുടിക്കാൻ തന്നത്. അവിടെ കുറേ ഒരു മരിച്ചാകുമ്പോഴേക്കുള്ള മൊയിലോതില്ലേ അതുണ്ടായത്. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ദിക്റെല്ലാം കഴിഞ്ഞിട്ടായിട്ട് മൊയിലോതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ പിള്ളേർക്ക് അവിടെ എത്തിയിട്ടാകുമ്പോഴേക്ക് പരിപ്പ് കറിയും വേണ്ട, പിന്നെ ഇറച്ചിക്കറിയും വേണ്ട, അച്ചാർ മതി. അങ്ങനെ അച്ചാർ കൂട്ടി ചൊറിക്കുന്നുണ്ട്. അങ്ങനത്തെയാണ് എൻ്റെ പിള്ളേർ. അങ്ങനെ പിന്നെ ഞാനും വെച്ച് പിന്നെ നല്ല അടിപൊളി ബീഫ് കറിയും പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ചൂടുണ്ട്. കൈയിടാൻ പറ്റുന്നില്ല, അത്ര നല്ല ചൂടുണ്ട്. നല്ല മാങ്ങൻ്റെ അച്ചാറുണ്ടായിന്, നല്ല നാടൻ്റെ കടുവിലരച്ച നല്ല നാടൻ അച്ചാറും ഉണ്ടായി. പിന്നെ നല്ല പള്ളിക്കറി പോലത്തെ നല്ല ബീഫ് കറിയും ഉണ്ടായി. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഉച്ചക്ക് അവിടുന്ന് ചോറെല്ലാം ചോറ് വെച്ചിട്ട് നമ്മൾ നേരെ പെരക്ക് വന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക്